അസ്സലാമലൈക്കും. നമ്മളിന്ന് കുറച്ച് അളിഞ്ഞ ഈത്തപ്പഴം ഉണ്ടല്ലോ, നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കൊല വെട്ടിയപ്പോൾ അതിന് കുറച്ച് കിട്ടിയതാട്ടാ. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വാര വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല, പിന്നെ അതിൻ്റെ മൊത്തിയൊന്നും കളഞ്ഞിട്ടില്ല. അതിപ്പോൾ കളയാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല, കാരണം അങ്ങനത്തെ ഒരു പാത്രം നിറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിന്നും വേണ്ടി എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. കളയാൻ നിന്നാൽ ഇപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മളിവിടെ ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, കടുക്, കറിവേപ്പില, സുർക്ക, ഉപ്പ്, പിന്നെ എണ്ണ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെമ്പ് വെക്കുന്ന എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉലുവട്ട് രണ്ടും തന്നെ പൊട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ മസാലയിൽ ഞാൻ പറയാൻ പറഞ്ഞതാണ്, മഞ്ഞൾപ്പൊടിയും നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കുക. അപ്പോൾ ഇത് കുഴഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് വെള്ളമാണ്. അത്യാവശ്യം നല്ല എരുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സുർക്കം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തീമെന്ന് നമ്മൾ ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. സുർക്ക ഒഴിച്ച് ഉപ്പൊന്ന് പാകമാക്കിയിട്ട് ഇതായിട്ട് നന്നായി ഒന്നുകൊണ്ട് മിക്സ് ആക്കി ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഇനി മൊത്തം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പം നമ്മുടെ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അച്ചാർ പൗഡറൊന്നും ആവശ്യമില്ല, പക്ഷെ അത് കൂടുതൽ കാലമൊന്നും ഇരിക്കില്ല ഈന്തപ്പഴം അതിൻ്റെ പേരിൽ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. പുറത്ത് വെച്ചാൽ വേഗം കേട് വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈന്തപ്പഴമൊക്കെ ഒരുപാട് കിട്ടാണ്ടല്ലോ.